അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തസ്സീറു മാ സാലിസു ഹർഫ് ഇല്ലത്തിൻ. ഇല്ലത്തിൻ്റെ ഹർഫ് മൂന്നാമതായി വരുമ്പോൾ എങ്ങനെയാണ് തസ്സീർ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് നമുക്ക് ഇനി തസ്സീറിൻ്റെ ബാബിൽ പറയാനുള്ളത്. അപ്പോൾ ഇല്ലത്തിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ അലിഫാകാം, വാവാകാം, യാ ആകാം. പിന്നെ ഇവിടെ രണ്ട് ഐറ്റായിട്ടാണ് അലിഫിനെ തിരിച്ചത്. ഒന്ന് അസ്ലിയായ അലിഫും മറ്റൊന്ന് സായിദായ അലിഫും. ഇത് സായിദായ അലിഫിൻ്റെ കള്ളിയാണ്, ഇത് അസ്ലിയായ അലിഫിൻ്റെ കള്ളിയാണ്. ഓക്കെ. അപ്പോൾ അസ്ലിയായ അലിഫാണെന്നുണ്ടെങ്കിൽ അതിനാകെ രണ്ട് നിയമമാണുള്ളത്. അസ്ലിയായ അർഫാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയാലും അതിനെ അസ്ലിലേക്ക് തിരിക്കണം. ഹവ എന്നുള്ളതിൻ്റെ യായിലേക്ക് തിരിക്കണം. ഓക്കെ. പിന്നെ യായിലേക്ക് എത്തിയാൽ യാഇനെ യായിൽ ഇദ്ഗാം ചെയ്യണം. യാഇനെ യായിൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ യാ തസ്ഗീറിൻ്റെ യാ ആണ്. അപ്പോൾ ഹവ എന്നുള്ളത് ഹുവയ്യ എന്നാകും. അതേമാതിരി തന്നെ ഇതിനെ അസ്ലായ ആയിലേക്ക് ആക്കുമ്പോൾ ഹുദയ്യ എന്നാകും. പിന്നെ ഇതിൻ്റെ അസ്ല് വാവാണ്. അപ്പോൾ അസ്ല് വാവാകുമ്പോഴോ ആ വാവിനെ മറിച്ച് യാ ആക്കണം. എന്തായാലും യാ ആക്കണം എന്നർത്ഥം. അപ്പോൾ അസ എന്നുള്ളത് ഉസയ്യത്ത്. ഇനി അസ്ലിയായ അലിഫിൻ്റെ പറഞ്ഞു. ഇനി സായിദായ അലിഫിൻ്റെത് എങ്ങനെയാണ്? സായിദായ അലിഫും അതുപോലെ തന്നെ വാവുമാണ് എന്നുണ്ടെങ്കിൽ, അത് ഇല്ലത്തിൻ്റെ അർഫ് വാവാണ് അല്ലെങ്കിൽ സായിദായ അലിഫാണ് എന്നുണ്ടെങ്കിൽ രണ്ടിനെയും മറിച്ച് യാ ആക്കണം. എന്നിട്ട് യാഇനെ യായിൽ ഇദ്ഗാം ചെയ്യണം. പിന്നെ മൂന്നാമത്തത് യാ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ടതല്ലല്ലോ. എങ്ങനെയായാലും അതിനെ യായിൽ ഇദ്ഗാം ചെയ്യണം. അപ്പം സായിദായ അലിഫിന് ഉദാഹരണം മത്താറ്, മുത്തയ്യിറ്, മക്കാല്, മുക്കയ്യില്, ഒസാല്, ഉസയ്യില്. ഇനി അസ്ലി വാവായതിന് ഉദാഹരണം, അസ്ലല്ല മൂന്നാമത്തത് വാവായതിന് ഉദാഹരണമാണ് അസൂദ്, ഉസയ്യിദ്, സുബൂറ്, സുബയ്യിറ്, ജുദവത്ത്, ജുദയ്യത്ത്. മൂന്നാമത്തെ യാ ആയതിന് ഉദാഹരണം യാഇനെ യായിൽ ഇദ്ഗാം ചെയ്താൽ മതി. ഹബീബ്, ഉബയ്യിബ്, കരീമ്, ഖുറൈമ്, മദിയന്, മുദയ്യിന്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ കായിക നോക്കാം. ഇതാക്കാന സാലിസുൽ ഇസ്മി അലിഫൻ അസ്ലിയത്തൻ. മൂന്നാമത്തത് അസ്ലിയായ അലിഫാണെന്നുണ്ടെങ്കിൽ അതിനെ അസ്ലിലേക്ക് നീക്കണം. അപ്പോൾ അസ്ലി യാ ആണെന്നുണ്ടെങ്കിൽ യായിൽ ഇദ്ഗാം ചെയ്യണം. ഫൈൻകാന അസ്ലുഹ യാഅൻ യുദീമത്ത് ഫി യാഇ തസ്രീരി. വൈൻകാന വാവൻ അസ്ലി വാവാണ് എന്നുണ്ടെങ്കിൽ കുലിബത്ത് യാൻ അതിനെ യാക്കി മറിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇനി മൂന്നാമത്തത് സായിദായ അലിഫോ അല്ലെങ്കിൽ വാവോ ആണെങ്കിൽ അതിനെ യാ ആക്കി മറിക്കണം. എന്നിട്ടോ അതിനെ യായിൽ ഇദ്ഗാം ചെയ്യണം. മൂന്നാമത്തെ യാ ആണെങ്കിലോ എങ്ങനെയായാലും യാഇനെ യായിൽ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ വളരെ സുഖമാണ് ഈ ഒരു നിയമം. പിന്നെ ഇതിന് ഏകദേശം തസ്ഗീറിന്റെ നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ പറയാനുള്ള എന്ത് മാത്രം കുറച്ച് വാൽക്കഷ്ണങ്ങൾ തദീല്. അപ്പം മാ അഫ് അല എന്നുള്ളതും കൂടെ നമ്മൾ സാധാരണ മൂറബായ ഇസ്മുകൾ മാത്രമേ തസ്സീറാക്കുള്ളൂ എന്ന് പറഞ്ഞത്. എന്നാൽ മാ അഫ് അല എന്നുള്ള ഇതും അതുപോലെ തന്നെ മുറക്കബ് മസ്ദി ആയിട്ടുള്ള വൈഹി കൊണ്ട് അവസാനിക്കുന്നതെല്ലാം തസ്സീറാക്കലുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം മാ ഉഹൈസിന് ഹുലുക്കുഹു, അതേമാതിരി സീബ വൈഹി എന്നുള്ളത് സുയൈബ വൈഹി എന്നുള്ളതൊക്കെ പറയണ മാതിരി. പിന്നെ അത് ഇസ്മു ഇസാറകളും തസ്സീറ. ഇസ്മു ഇസാറ മബനിയാണല്ലോ. നമ്മൾ പറഞ്ഞത് മൂറബ് മാത്രമേ തസ്സീറാക്കുള്ളൂ എന്നാണ്. പക്ഷെ പ്രശ്നമില്ല, അതും ദയ്യാലിൻ്റെ തസ്സീറാക്കാറുണ്ട്. അതായത് ദാ എന്നുള്ളത് ഇയ്യാന്ന് പറയലുണ്ട്, താ എന്നുള്ളത് തയ്യാന്ന് പറയലുണ്ട്, ദാനി എന്നുള്ളത് ദയ്യാനി എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ എങ്ങനെയാണോ കേട്ടത് അങ്ങനെ ഉപയോഗിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്കതുപോലെ കിയാസാക്കി തസ്സീറാക്കാൻ പറ്റൂല. പക്ഷെ ഇതുവരെ പറഞ്ഞ നിയമങ്ങൾ നമുക്ക് കിയാസാക്കി എന്ന് പറഞ്ഞാൽ ആ നിയമപ്രകാരം നമുക്ക് തസ്സീറാക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ രണ്ടാമത്തത് ഇസ്മുകളിൽ നിന്ന് ഹുദൈഫ, ജുനൈന, കുലൈബ് ഇത് ഇനി തസ്സീറാക്കൂല. കാരണം ആദ്യമുള്ള പേര് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുക? തസ്സീറാക്കുക എന്നുള്ളത് നടക്കൂല. ഇനി ചോദ്യങ്ങളാണ് എങ്ങനെയാണ് താവുത്തേനീസ് കൊണ്ട് അത് അവസാനിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ തംരീനുകൾ മുഴുവൻ നിങ്ങൾ വായിച്ച് നോക്കുക. അതിൽ നിന്ന് ഇത് ടോട്ടൽ തംരീനുകൾ 21 തംരീനുകളുണ്ട്. അപ്പോൾ 21ാമത്തെ തംരീൻ ഞാൻ പറഞ്ഞു തരും. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഓരോ 5 നിന്നും ഇഷ്ടമുള്ള ഓരോന്ന് ചെയ്യുക. അപ്പോൾ എങ്ങനെയായാലും 5 എഴുതാനുണ്ടാകും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയമാതിരി ഈ ഷറഹും എഴുതുക. ഷറഹ് കൃത്യമായി എഴുതണം. അതുപോലെ തന്നെ 5 ഇഷ്ടമുള്ള തംരീന് എഴുതണം. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം നോക്കുക. അഖൽതു ബിമദീഹി ഫറഅയ്തു ലഹ്വൻ മഖാലി ലിൽ ഉഹൈമികി യാ ഹലീമു. ഇത് മുത്തനബി എന്നവർ കാഫൂർ എന്നവരെ എന്ത് ചെയ്യാണ്? ആക്ഷേപിച്ചിട്ട് പാടുകയാണ്. അപ്പോൾ ആക്ഷേപ കാവ്യം ആണ്.
അഹൽത്തു ബി മദീഹി, ഞാൻ അവനെ സ്തുതിക്കാൻ എന്ത് തുടങ്ങി. അപ്പോൾ ഒരു വളരെ മോശമായ ആളെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാ സ്തുതിക്കുക? ആ പറഞ്ഞൊക്കെ വെറുതെ ആയി പോകൂലേ? അപ്പോൾ ഇയാൾ വളരെ മോശമാണ്. അപ്പോൾ ഞാൻ ഈ മദ്ഹിയ വിചാരിച്ച എന്തായി, വെറുതെ ഉള്ളൊരു പണിയായി മാറിയെന്ന്. അതാണ് അഹൽത്തു ബി മദീഹി ഫറഅയ്തു ലഹ്വൻ മകാലി, എൻ്റെ സംസാരം ലിൽ വഹൈമിക്ക്, ആ ചെറിയ പൊട്ടനോടുള്ള എൻ്റെ സംസാരം വളരെ വെറുതെയായി പോയി എന്ന് തോന്നി. യാ ഹലീമു, അല്ലയോ എന്ത് വളരെ ഹിൽമുള്ള തൻ്റെ ഇടമുള്ള ആളെ. അപ്പോൾ ഫാറഖ്തു മിസ്റൻ വൽ ഉസൈവിദു ഐനുഹു ഇദാറ ഫിറാഖി തസ്തൈല്ലു ബി അതുമൈ. അപ്പോൾ ഞാൻ ഇങ്ങനെ മിസ്റിനോട് വേർപിരിഞ്ഞു. വൽ ഉസൈവിദു ഐനുഹു, ആ കറുത്ത ചെറിയ ആള്, അയാളുടെ കണ്ണ്, ഇദാറ ഫിറാക്കി, ഞാൻ വേർപിരിഞ്ഞു പോകുമെന്നുള്ള ഭയത്താൽ, തസ്തഹില്ലു, അത് ഒലിക്കുന്നു, ബി അതും, ഈ കണ്ണീരിനാൽ. അപ്പോൾ ഞാനിങ്ങനെ പോവോന്നുള്ള പേടിച്ചിട്ട് അയാളിങ്ങനെ കണ്ണീര് ഒലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആമൽ ഹുവൈദിമൽ ലൈനിന, ഞങ്ങൾ രാത്രിയാണ് പോയത്. അപ്പോൾ ഹാദിമീങ്ങളൊക്കെ ഉറങ്ങിപ്പോയി. പക്ഷേ വഖദ് നാമ കബുലു അമൻ ലാ കറൻ, അവരൊക്കെ മുമ്പേ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവർ അന്ധത ബാധിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ലാ കറൻ, ഉറക്കിനാലല്ല. കറ എന്ന് പറഞ്ഞാൽ ഉറക്ക് എന്നർത്ഥം. കറ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആസ്, തൂങ്ങി ഉറങ്ങണേനെ പറയാം. അപ്പോൾ ഇവിടെ അവർ ഉറക്കം എന്ന് പറഞ്ഞാൽ ഓഫിലിങ്ങളായി പോയതാണ്. അപ്പോൾ ഇത് ഷറഹ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.